ഈ ഒരു പോസ്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആസനത്തിൻ്റെ പേരാണ് ഗോമുഖാസനം. അതായത് നമ്മുടെ സ്പൈനിൻ്റെ വളവുണ്ടാവും. അതായത് സാധാരണ ഗതിയിൽ സ്പൈനിൻ്റെ നോക്കുന്ന സമയത്ത് ഒരു എസ് പോലത്തെ ഒരു കർവ് ഷേപ്പായിരിക്കും സ്പൈനിന് ഉണ്ടാവുന്നത്. പക്ഷേ പൊതുവേ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഓഫീസ് ഡ്യൂട്ടി അല്ലെങ്കിൽ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്പൈൻ സാധാരണ കർവ് ഷേപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു കർവ് ഷേപ്പ് ഇഷ്യൂ എന്താവും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളുടെ ലെങ്സ് വന്ന് കാരണം ഫുള്ളി നമ്മൾ കർവ് ചെയ്ത് ബെൻഡ് ചെയ്യുന്നത് കാരണം ഒരുപാട് നേരം അവേഴ്സോളം വർക്ക് ചെയ്ത് ബെൻഡ് ചെയ്ത് ഇരുന്ന് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലെങ്സ് നന്നായിട്ട് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ചുരുങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓക്സിജൻ ഇൻടേക്ക്, പ്രോപ്പറായിട്ടുള്ളൊരു ഓക്സിജൻ അകത്തോട്ടും പുറത്തോട്ടും കയറുന്ന ഒരു ഓക്സിജൻ ഇൻടേക്ക് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു വരും. സോ ഇത് മൂലം തന്നെ വളരെയധികം ടയേർഡ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ സ്ട്രെസ് ലെവൽ നോക്കുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സാധാരണ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മുടെ ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ നെക്ക് പെയിൻ എന്ന് പറയുന്നത്. കാരണം സ്ട്രെസ് ഹോർമോൺസ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം അനുസരിച്ച് നമുക്ക് ഷോൾഡർ പെയിൻസ് ഉണ്ടാവാറുണ്ട്. സോ അതെല്ലാം മാറ്റാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആസനം എന്ന് പറയുന്നതാണ് ഗോമുഖാസനം. കാരണം നമ്മൾ കൈ വന്ന് കറക്റ്റായിട്ട് കൃത്യമായി പുറകിലോട്ട് ഹോൾഡ് ചെയ്ത് മറ്റേ കൈ കൊണ്ട് നമ്മൾ രണ്ട് കൈ പറ്റുന്നവർ പറ്റാവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് കൈ പുറകിലോട്ട് നമ്മുടെ തലയുടെ പുറകിലോട്ട് കൈ വന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് സാവധാനം ബ്രീത്ത് നന്നായിട്ട് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് മേളിലേക്ക് സ്ട്രെച്ച് ചെയ്യാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മുടെ കാലിൻ്റെ പൊസിഷൻസ്, ബെൻഡ് ചെയ്ത് കാല് അവിടെ ബെൻഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുകയും അതിനോടൊപ്പം തന്നെ കൈ വന്ന് ബ്രീത്ത് എടുത്തുകൊണ്ട് നല്ലപോലെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഫുള്ളി സ്ട്രെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നതിന് മൂലം നമ്മുടെ ലെങ്സ് വന്ന് നല്ലപോലെ എക്സ്പാൻഡ് ആവുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്പൈനിലുള്ള ആ ഒരു കർവ് ബെൻഡിങ് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് മൂലം ആ സ്പൈനിലുണ്ടാകുന്ന ഒരു കർവ് എന്ന് പറയുന്നത് പതുക്കെ മാറി വരുന്നതായിരിക്കും. നമ്മുടെ പോസ്റ്റേഴ്സ് കറക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ആസനം ഹെൽപ്ഫുള്ളാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഇതാണ്, നമ്മൾ റെഗുലറായിട്ട് നമുക്ക് ഈ ഒരു പോസ്റ്ററോടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ മുകളിലോട്ട് ഹോൾഡ് ചെയ്ത് സ്ട്രെച്ച് ആണ് ചെയ്യുന്നത്. സോ ആ ഒരു സ്ട്രെച്ചിങ് മൂലം ഇവിടെ ഷോൾഡറിൽ ഉണ്ടാകുന്ന മസിൽസിനും എല്ലാത്തിനും നല്ലൊരു വ്യായാമമാണ് കിട്ടുന്നത്. സോ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഷോൾഡർ പെയിനും ഒരു പരമാവധി തന്നെ കുറഞ്ഞു കിട്ടാനും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ മാറാനും ഈ ഒരു പോസ്റ്റർ ഹെൽപ്ഫുൾ ചെയ്യുന്നതാണ്. റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ നമ്മുടെ സ്പൈനിൻ്റെ പോസ്റ്റേഴ്സ് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്.